ഇനി നമുക്ക് വട്ടവടയും കൂടെ പോയിട്ട് വരാം. വട്ടവട വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. അതിൽ നിന്ന് വട്ടവടയിലേക്ക് പോകുമ്പോഴുള്ള അതിമനോഹരമായ വ്യൂ പോയിന്റ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോകളൊക്കെ പകർത്തി തുടങ്ങി. പക്ഷേ ഈ വാതിൽ ഇങ്ങനെ തുറക്കുന്നത്, കവാടം ഇങ്ങനെ തുറന്ന് കിടക്കുന്നത് സ്വർഗത്തിലേക്കാണെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മനോഹരമെന്ന് പറഞ്ഞാലും പോലെ അതിമനോഹരമാണ് വട്ടവടയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും യാത്ര ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് വട്ടവട. വട്ടവട കേരളത്തിൻ്റെ വെജിറ്റബിൾ വില്ലേജാണ്. അവിടെ ഒരുപാട് കാണാനുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇടതോറുന്ന പുൽമേടുകൾ, അതിനിടയ്ക്കൂടെയുള്ള ഈ യാത്ര, നീണ്ടു നിൽക്കുന്ന ഒരു 5 കിലോമീറ്ററോളം വരുന്ന ഫോറസ്റ്റ് ഏരിയയിലേക്കാണെന്നുള്ള കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ താണ്ടേ അതിതാണെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ വട്ടവടയെ അത്രയേറെ മനോഹരമാക്കും ഈ യാത്ര എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ പുൽമേടുകളൊക്കെ കഴിഞ്ഞ് കാടിൻ്റെ മനോഹാരിത കണ്ട് കാനനപാതയിലൂടെ ഏതാണ്ട് ഇങ്ങനെ ഒരു യാത്ര. ബൈക്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോസൊക്കെ പകർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് പോകുന്നത്. യാത്ര അവസാനിച്ച് ഞാൻ എത്തിച്ചേർന്നത് ഇതുപോലെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കാണ്. ഇതാണ് വട്ടവട. മഞ്ഞൊക്കെ മൂടിക്കിടന്നാൽ മനോഹരമായ പ്രദേശമാണ് വട്ടവട. ഞാൻ ചെല്ലുന്നത് ഒരു ഉച്ച സമയമായതുകൊണ്ട് അധികം കോടമഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു. അത് കൃഷിയാണ് ഇവരുടെ പ്രധാന വ്യവസായം. ആൾക്കാരൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവിടെ തിരക്കിനിടയിൽ നിൽക്കാതെ ഞാൻ പതുക്കെ ആ ഫാമിനകത്തേക്ക് കയറി. പേരറിയാത്ത ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ചെടികളും ഒക്കെ നിൽക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ദെൻ ഇവരുടെ ചെറിയ ഒരു ഗ്രീൻ ഹൗസിനകത്തോടുകൂടി നമ്മളിങ്ങനെ നടക്കുകയാണ്. പോളി ഹൗസ് ഫാമിംഗ് ആണ്, പക്ഷേ ഇതൊരു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് അറിയത്തില്ല. വട്ടവടയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ള ഒരു ചെറിയ ഫാമാണിത്. കൂടുതൽ നേരം ഫോണിൽ ചാർജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസൊന്നും കവർ ചെയ്തിരുന്നില്ല. സ്ട്രോബെറി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും ഇവിടെ വന്നത്. സ്ട്രോബെറിയാണ് ഇവരുടെ മെയിൻ കാർഷികോൽപ്പന്നമെന്നും ഇവിടെ പറഞ്ഞു കേട്ടു. ഇതാണ് സ്ട്രോബെറീസ്, ഇങ്ങനെയാണ് അവർ കൃഷി ചെയ്യുന്നതെന്നും കണ്ടു. ഇനിയിപ്പം ഞാനിതിനിടയിൽ കൂടെ നടന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ട്രോബെറിയെ കണ്ടുപിടിക്കാൻ പോട്ടെ. എവിടെയെങ്കിലും സ്ട്രോബെറി വിളഞ്ഞ് നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോസൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷിയെപ്പറ്റി. അതേ ഫാം തന്നെയാണിത്, പക്ഷേ അതാ ഒരു സ്ട്രോബെറി കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ട്രോബെറിയൊക്കെ കണ്ടു. അത് വിളഞ്ഞ് നിൽക്കുന്നതും ചെടിയിൽ പിടിച്ച് നിൽക്കുന്നതും കണ്ടു. പിന്നെ പേരറിയാത്ത ഈ പൂവിൻ്റെ ഒരു ചെറിയ ഫ്രെയിമും എടുത്തു. പിന്നെ നമ്മൾ കയറി വന്നിടത്തുനിന്ന് കുറച്ച് വൈനും കുറച്ച് ജാമും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതൊരു യാത്ര പറച്ചിലല്ല. താങ്ക് യു ഫോർ ദ മെമ്മറീസ്. ഞാൻ വീണ്ടും വരും. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്.